പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചനയിൽ പോലീസിനും പങ്കെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമാസ്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ടിട്ട FIR-ൽ പോലീസിന്റെ ഈ നീക്കം പ്രകടമാണെന്ന് മുഹമ്മദ് ഷമാസ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ SFI അതിക്രമങ്ങളിൽ CPM ജില്ലാ സെക്രട്ടറി ഗഗാറിന്റെ സഹോദരപുത്രന്റെ പങ്ക് അന്വേഷിക്കണമെന്നും മുഹമ്മദ് ഷമാസ് ആവശ്യപ്പെട്ടു. ഇതൊരു നോവായി സിദ്ധാർത്ഥന്റെ കൊലപാതകം മനസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കിയ CPM അടവ് നയം മാറ്റിയിരിക്കുന്നു. വളരെ ആസൂത്രിതമായി കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെ ശ്രീ മാത്യു കോഴനാടൻ MLA-യും DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയെല്ലാം അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് നാടകീയമായ നീക്കങ്ങൾ നടത്തി ഇതിന്റെ എല്ലാം മാധ്യമ ശ്രദ്ധ ഉൾപ്പെടെ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പാർട്ടി നിർദ്ദേശത്തിന്റെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഡയറക്ഷന്റെയും അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് സർക്കാരിനെ എത്രത്തോളം ഭയപ്പെടുത്തുന്നുണ്ട്, CPM-നെ എത്ര കണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതെല്ലാം ഈ നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തൊക്കെ അഭ്യാസങ്ങൾ ഇവർ രംഗത്തിറക്കിയാലും അതിശക്തമായ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും വരും ദിവസങ്ങളിൽ നേതൃത്വം നൽകും. KSU സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് സേവിയറും യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ജബി മേത്ര MPയും തിരുവനന്തപുരത്ത് അനിശ്ചിതകാല നിരാഹാര സമരം ഒരു വശത്ത് ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം KSU പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ സെക്രട്ടറിയിലേക്ക് ഉൾപ്പെടെ KSU-ന്റെ മാർച്ച് ഉൾപ്പെടെ നടക്കുന്നു. അങ്ങനെ വിവിധ തലങ്ങളിലേക്ക് പ്രതിഷേധങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ രാഷ്ട്രീയ കൊള്ളരുതായ്മയെ തുറന്നു കാണിക്കുന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന്റെ ക്രൂരതയെ തുറന്നു കാണിക്കുന്ന പ്രചരണങ്ങളുമായി നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെയുള്ളതുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട്. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.